ഫിറോസിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉന്നയിച്ചു. അത് തുടർച്ചയായിട്ട് പല തെളിവുകളൊക്കെ കൊണ്ടുവന്നു. അതിനിടയിൽ ഫിറോസ് മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദം തിരിച്ചു പറഞ്ഞു. പിന്നീട് നേരത്തെ അങ്ങ് ഉന്നയിച്ച ആരോപണങ്ങൾ തുടർച്ചയുണ്ടായിട്ടില്ല. അതെന്താണ് സംഭവിച്ചത്? അല്ല, തുടർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. എല്ലാം നമ്മൾ ഇവിടെ അല്ലല്ലോ പറയേണ്ടത്. നമ്മളത് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുന്നുണ്ട് എല്ലാ വിവരങ്ങളും. ഇപ്പോൾ പുതിയ തുണി കിട്ടിയിട്ടുണ്ട്, പോലെ ധോത്തി ചാലഞ്ചിൻ്റെ കവറ് പൊട്ടിക്കാത്ത ഇത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ GST, കേന്ദ്ര GSTക്കും കൊടുക്കും, സംസ്ഥാന GSTക്കും കൊടുക്കും. എത്രയാണ് ഇവർ GST അടച്ചിട്ടുള്ളത്? 2,72,000 തുണി സംസ്ഥാന ഗവൺമെൻറ്റിന് പൈസ കുറേ കിട്ടാണ്ട് 730 രൂപയുടെ സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത്. പൊട്ടിക്കാത്ത തുണിയൊക്കെ നമുക്ക് കിട്ടിയില്ലേ? കൊടുത്തപ്പോൾ ലീഗല്ലേ? അത് ഞാൻ അന്ന് കൊടുന്നല്ലോ. അല്ല സ്വന്തം തുണി പൊക്കി കാണിക്കുന്ന ഏർപ്പാട് ലീഗീകരിക്കാനുള്ളത് എന്നുള്ളത് നിനക്കറിയില്ലേ? നിയമസഭയിൽ ആരെ പൊക്കി കാണിച്ചത്? ഞാനല്ലല്ലോ. അതെ അതെ. അല്ല, വ്യാഴാഴ്ച വിശദീകരണ യോഗം, പാർട്ടിയുടെ വിശദീകരണ യോഗമുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടു കൂട്ടരും പറയുന്നത് എഴുതാനുള്ള ആളുകളല്ല. നിങ്ങൾ ഡോക്യുമെന്റ്സിനെ ആധാരമാക്കിയിട്ട് എഴുതാനുള്ള ആളുകളാണ്. ആരുടെ കാലത്താണ്? ഇപ്പോൾ VC ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇന്നലത്തെയും ഇന്നത്തെയും മാതൃഭൂമി പത്രത്തിൽ വളരെ വ്യക്തമായിട്ടും വന്നിട്ടുണ്ടല്ലോ. ജയകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ്, VCയുടെ സ്റ്റേറ്റ്മെന്റ്. മൂപ്പര് ജീവിച്ചിരിപ്പുണ്ടല്ലോ. നമ്മളുടെ പത്രക്കാർക്ക് നിങ്ങളൊക്കെ VCയെ പോയി കണ്ട് VCയോടൊന്ന് ചോദിക്കണം, ജയകുമാറിനോട് ചോദിക്കണം, ആരാണ് ഈ ഭൂമി കാണിച്ചു തന്നത്? ആരുടെ? ഓല് പറഞ്ഞ കുറുവാ സംഘം ഉണ്ടല്ലോ, ആ കുറുവാ സംഘത്തിന്റെ ഭൂമി ആരാണ് ജയകുമാറിന് കാണിച്ചു കൊടുത്തത്? അപ്പൊ കുറുവാ സംഘത്തിന്റെ പേരും കിട്ടും. അതെ 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 അതെ. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ഭൂമി ഏറ്റെടുക്കുക? ഷിഹാബ്തങ്ങൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് കണ്ട ഭൂമി അന്ന് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ? അതെന്താ ഉണ്ടാവാതിരുന്നത്? അപ്പോൾ അവർ യൂണിവേഴ്സിറ്റിയെക്കാളും പ്രാമുഖ്യം നൽകിയത് എന്തിനാണ്? ആദവനാട്ട ഭൂമിയും വേണ്ടാന്ന് ആരാ പറഞ്ഞത്? അപ്പം നിങ്ങൾ ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈ ഭൂമി കാണിച്ചു കൊടുത്തത് ആരാണ്? VCയുടെ കത്തുണ്ടല്ലോ, ആരാ കാണിച്ചു കൊടുത്തതെന്ന്. ആ ഭൂമി തരം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാണ്? ഏത് സർക്കാരാണ്? ആ ഭൂമിക്ക് 1,70,70,000 രൂപ വില നിശ്ചയിച്ചത് ആരാണ്? ബെഞ്ച് മാർക്കിൻ്റെ സ്ഥലം പോയി നോക്കിയിട്ട് അത് പറ്റൂല എന്നുള്ള ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തത് ആരാണ്? അത് ഏത് കാലത്താണ്? ഇതെല്ലാം നിങ്ങൾ പരിശോധിക്കുക. ഒരു തുടർ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ എന്താണോ ചെയ്യേണ്ടത് ആ തുടർച്ചയുടെ ഭാഗമായിട്ടുള്ള കാര്യം ചെയ്തു എന്നല്ലാതെ മറ്റൊരു കാര്യവും ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് സ്പീക്കിംഗ് എവിഡൻസ് ഉള്ളതാണ്. രണ്ടാമതും ഈ ഭൂമിക്ക് വില കുറക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം വന്നു. അങ്ങനെ രണ്ടാമതും ഈ DLPC എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി, വില നിർണ്ണയ കമ്മിറ്റി വിളിച്ചുകൂട്ടി. അങ്ങനെയാണ് 1,70,70,000 17 ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച തീരുമാനം റദ്ദ് ചെയ്ത് 1,60,000 രൂപക്ക് 11 ഏക്കർ ഏറ്റെടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നത്. ഇതിനൊക്കെ സ്പീക്കിംഗ് ഓർഡേഴ്സ് ഇല്ലേ? ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളാണ് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ നടന്നത് പറയേണ്ടത്.